ഇപ്പോൾ ശങ്കേഴ്സ് ലാബ് സിഇഒ ശ്രീ മണികുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടെയാണ് കുടുംബം ഗർഭകാല പരിശോധനകൾ സ്കാനിങ് നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ മണികുമാർ, ശങ്കേഴ്സ് ലാബിൽ റേഡിയോളജിസ്റ്റ് ഇല്ലാതെയും ഈ സ്കാനിംഗ് ഒക്കെ നടക്കാറുണ്ടോ? അങ്ങനെ നടന്നുവെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. ഈ കുഞ്ഞിന് ജനിതക വൈകല്യം ഉണ്ട് എന്നുള്ളത് പ്രസവശേഷം മാത്രമാണ് ബോധ്യപ്പെടുന്നത്. സ്കാനിങ്ങിൽ ഇതൊക്കെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളൊക്കെയുള്ള ലാബ് തന്നെയല്ലേ താങ്കളുടേത്? 100%. ഇതിൻ്റെ അകത്തുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കാരണവശാലും നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് അല്ലാതെ ഒരു ടെക്നീഷ്യന്മാരെ കൊണ്ട് ഒരു ലാബുകളിലും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈ സ്കാൻ ചെയ്യേണ്ടത് റേഡിയോളജിസ്റ്റ് തന്നെ ആയിരിക്കണം, അല്ലാതെ ഒരു ഡോക്ടറായ വേറൊരാൾക്ക് പോലും അത് ചെയ്യാൻ സാധിക്കത്തില്ല. അവരങ്ങനെ ചെയ്താൽ അവർക്ക് യാതൊരുവിധ ഇൻഫർമേഷൻ അവർക്ക് അതിൽ നിന്ന് ലഭിക്കുകയില്ല. അപ്പൊ അനീഷ് നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെയൊക്കെ ചെയ്യുന്നത് ലാബല്ല, ജീവനക്കാരാണെന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും അത് പറഞ്ഞത് തെറ്റിദ്ധാരണ തന്നെയാണ്. അത് അനീഷിന് ആരോ തെറ്റിദ്ധാരണയായിട്ട് പറഞ്ഞു കൊടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% നമ്മുടെ ലാബുകളിൽ നിന്ന് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായം എവിടെയാണെങ്കിലും റേഡിയോളജിസ്റ്റ് അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു സ്കാൻ ചെയ്താൽ ഒന്നും തന്നെ മനസ്സിലാവത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അമ്മയ്ക്ക് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് വ്യക്തമായി ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലുണ്ടെന്നുള്ളത്. അങ്ങനെ ഫ്ലൂയിഡിന്റെ അളവ് കൂടുതൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും വിധ സാങ്കേതിക മീൻസ് ഈ എന്താണ് പറയുന്നത്, അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഓർഗൻസിലുള്ള ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരുന്നോ? ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണ്, വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനോമലി സ്കാൻ ഒക്കെ നടത്തുമ്പോൾ കൃത്യമായി ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ സ്കാൻ റിപ്പോർട്ട്സ് ആണ് ഞാനും കണ്ടിട്ടുള്ളത്. താങ്കളുടെ ലാബിൽ നിന്ന് അങ്ങനെയുള്ള റിപ്പോർട്ട് അല്ല എന്നവർ പറയുന്നതിൽ വസ്തുതയുണ്ടോ? ഇല്ല, ആക്ച്വലി അങ്ങനെയുള്ള റിപ്പോർട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അത് അനീഷ് പറയുന്നുണ്ടല്ലോ. അതായത് ഇത് എല്ലാം കിട്ടിയ ശേഷം ഞങ്ങൾ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് അവർ ഈ റിപ്പോർട്ടുകൾ കണ്ട ശേഷം ഉടനെ വന്ന് പറയുമായിരുന്നു കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ട് എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. അതിന്റെ അർത്ഥം ആ റിപ്പോർട്ടിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയല്ലേ? അപ്പോൾ എവിടെയാണ് ഈ അപാകത സംഭവിച്ചത്? താങ്കളുടെ ഒരു നിഗമനം എന്താണ്? ഈ അപാകത കാരണം കുഞ്ഞിന് ജനിതക വൈകല്യം ഉണ്ടോ എന്നതടക്കം തിരിച്ചറിയാനുള്ള പരിശോധനകളൊക്കെ ഈ ഗർഭകാലത്തിന്റെ ആദ്യ കാലയളവിൽ തന്നെ നടത്തുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ചിലത് മരുന്നുകൾ കൂടുതലായി കഴിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാണ് ആ ഒരു 9 മാസവും ആശുപത്രികൾ കൃത്യമായ ഗർഭകാല പരിചരണം നൽകുന്നത്. ഇവിടെ എവിടെയായിരിക്കും വീഴ്ചയുണ്ടായിട്ടുണ്ടാവുക? തിരിച്ചറിയാതെ പോയത് ഏത് ഭാഗത്തായിരിക്കും? ഇതിനകത്തുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഡോക്ടർമാർ എന്ത് എഴുതി വിടുന്നോ അതേ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അതിൽ കൂടുതലൊന്നും ചെയ്യാറില്ല. അതിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാറില്ല. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് എന്താണോ അത് മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ നമുക്ക് എഴുതി വിട്ടിരിക്കുന്ന അനോമലി സ്കാൻ എന്ന് പറയുന്നത് 2D അനോമലി ആയിരുന്നു. അത് വെച്ചിട്ട് നമ്മുടെ ലാബിലെ ഡോക്ടർ റേഡിയോളജിസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഫ്ലൂയിഡ് കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് തന്നെ പറയുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കണം, ഇന്നതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള, കുഞ്ഞിന് പ്രശ്നം ഉണ്ടെന്നുള്ള രീതിക്ക് അവർക്ക് പറയാൻ സാധിക്കത്തിൻ്റെ കാരണം കുഞ്ഞിന് അംഗവൈകല്യമായിട്ടുള്ളതുപോലെ വിരലുകൾ, ഇപ്പം നമുക്ക് ഒരു അനോമലി ചെയ്യുമ്പോൾ വിരലുകളില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൈക്ക് വിരലുകളില്ല, അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ ഇതിലെല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ആ ഉള്ള സാധനങ്ങളെല്ലാം എന്താണ് പറയേണ്ടത്, കറക്റ്റ് ആരോഗ്യകരമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നമുക്ക് എന്തായാലും വിദഗ്ധമായിട്ടുള്ള അടുത്ത പരിശോധനകൾ ചെയ്താൽ മാത്രമല്ലേ ഇതിനെപ്പറ്റി നമുക്ക്. ശ്രീ മണികുമാർ, താങ്കൾ അന്ന് ഈ ഇവരുടെ സ്കാനിങ് ചെയ്ത റേഡിയോളജിസ്റ്റുമായി സംസാരിച്ചിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ ഇന്നലെ ഈ ഇങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ് പോവുകയും നമ്മുടെ DMO ഓഫീസിൽ നിന്നും ഇവിടെ ഭയങ്കര ഇൻസ്പെക്ഷനൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവർ വന്ന് നമ്മുടെ നിന്നുള്ള എല്ലാ പേപ്പർ ആസ് പെർ ദി പ്രോട്ടോകോൾ പ്രകാരം നമ്മളെല്ലാം ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന, അല്ലെ ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇത് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ലാബുകൾ പ്രവർത്തിക്കുന്നത്. ആലപ്പുഴയിലെ ഒരേ ഒരു NAB അക്രഡിറ്റഡ് ലാബോറട്ടറി എന്ന് പറയുന്നതും ശങ്കേഴ്സ് ലാബ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ ഈ സ്കാൻ ചെയ്ത ഡോക്ടറുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു. ഡോക്ടറാണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വരട്ടെ, നമുക്കത് നോക്കാൻ ഞാനത് ഇതാക്കാം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ നമ്മളോട് അറിയിച്ചത്. അതായത് ആദ്യ 3 മാസം പൂർത്തിയാകുമ്പോഴുള്ള സ്കാനിങ്, 20ാമത്തെ ആഴ്ച പൂർത്തിയാകുമ്പോഴുള്ള സ്കാനിങ്, ഏറ്റവും ഒടുവിൽ ഈ 32ാമത്തെ ആഴ്ചയിലെ ഫൈനൽ സ്കാനിങ്. ഈ 3ാമത്തെ സ്കാനിങ് വരെ ഉള്ളത് നമ്മുടെ ലാബിലല്ല ചെയ്തതെന്നാണ് എന്റെ അറിവ്. അതെ, അതാണ് അവിടുത്തെ ഒരു കാര്യം.
തീർച്ചയായും നമുക്ക് അതിലേക്കൊന്ന് തിരിച്ചെത്തണം. വളരെ നന്ദി ഡോക്ടർ മണികുമാർ. ശങ്കേഴ്സ് ലാബ് സിഇഒ ആണ് നമ്മളോട് പ്രതികരിച്ചത്. ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണ് എന്ന് കൃത്യമായി ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്.